ഹായ്, നമസ്കാരം. ഏവർക്കും എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജയൻസ് എക്സൽ കോളേജിൻ്റെ +1 സയൻസിലെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിനന്ദ്. ഞാൻ ജയൻസ് എക്സലിലെ ഫിസിക്സ് അധ്യാപകനാണ്. ആദ്യമേ തന്നെ SLC പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തു നിൽക്കുന്ന എല്ലാവർക്കും ജയൻസ് എക്സലിൻ്റെ പേരിലും എൻ്റെ പേരിലും വിജയാശംസകൾ. പിന്നെ അതുകൂടാതെ നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സയൻസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഫിസിക്സ് ഈസ് ആൻ ഈസി സബ്ജക്റ്റ്. ഫിസിക്സ് എന്നുള്ളത് നമ്മുടെ ഇടയിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ഫിസിക്കൽ ഫിനോമിനാസിനെ കുറിച്ചുള്ള പഠനമാണ്. പഠനമാണ് ഫിസിക്സ്. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിലോട്ട് ഞാൻ കടക്കുന്നില്ല. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഫിസിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. സയൻസ് ചൂസ് ചെയ്തതിൽ പ്രത്യേകിച്ച് ഫിസിക്സ് എന്ന വിഷയം പഠിക്കാൻ വളരെ എളുപ്പവും പ്രത്യേകിച്ച് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എളുപ്പവുമുള്ള ഒരു സബ്ജക്റ്റാണ്. 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ നിങ്ങൾ പ്രോബ്ലംസ് വരുമ്പോഴും ഡെറിവേഷൻസ് വരുമ്പോഴും ഒക്കെ പഠിച്ച കൺസെപ്റ്റിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഇച്ചിരി മാറി ചിന്തിച്ച് കുറച്ച് പാഠങ്ങൾ അധികമായിട്ടും കുറച്ച് ഡെറിവേഷൻസ് കൂടുതലായിട്ടും കൺസെപ്റ്റുകൾ കുറച്ച് ഫീൽഡ് ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം ബേസിക് ഫിസിക്സിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്സിൽ ഒരുപാട് പാഠഭാഗങ്ങളായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫിസിക്സിൻ്റെ ചരിത്രം നമുക്ക് ആദ്യം നോക്കാം. ഫിസിക്സ് ഞാൻ പറഞ്ഞു ഫിസിക്കൽ ഫിനോമിനാസിനെ കുറിച്ചുള്ള പഠനം ആണ് ഫിസിക്സ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, എനർജി, അങ്ങനെ ഫിസിക്കൽ ഫിനോമിനാസിൽ നടക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചുള്ള പഠനം ആണ് ഫിസിക്സ് എന്നും നമുക്ക് പറയാം. ഫിസിക്സ് എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിസിക്സ് എന്നതൊരു ഗ്രീക്ക് പദമാണ്. ഗ്രീക്ക് വേർഡാണ് ഫിസിക്സ്. ഫിസിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം നോളജ് എബൌട്ട് നാച്ചർ.  ഫിസിക്സിൻ്റെ ചരിത്രം ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ സയൻസ് എടുത്തതല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനിയിപ്പോൾ ഫിസിക്സ് കഴിഞ്ഞ് നിങ്ങൾ സയൻസ് എടുത്തിട്ട് ഇനി ഹയർ സ്റ്റഡീസിനോട്ടൊക്കെ എൻട്രൻസ് എഴുതുകയാണെങ്കിലും IAS UPSC എക്സാം PSC SSC എക്സാംസ് ഒക്കെ എഴുതുകയാണെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഫിസിക്സിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1200 കാലഘട്ടം BC കാലഘട്ടങ്ങളിൽ ആരംഭിക്കുകയാണ്. 1200 BC Physics emerges from ancient astrology. 1200 BC കാലഘട്ടങ്ങളിൽ ഫിസിക്സ് എന്നൊരു പദമില്ല. അന്നുണ്ടായ ഒരു ശാഖയാണ് ഏൻഷ്യൻ്റ് ആസ്ട്രോളജി എന്നൊരു ശാഖ. ആസ്ട്രോളജി എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം. ആസ്ട്രോളജി ജ്യോതിശാസ്ത്രം. ഏൻഷ്യൻ്റ് ആസ്ട്രോളജി അന്നത്തെ ഏൻഷ്യൻ്റ് ഈജിപ്തുകാർ കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻസ് ആണ്, പ്രവചനങ്ങളാണ്. അതുപോലെ 1200 BC കാലഘട്ടങ്ങളിൽ പ്രവചനങ്ങളെ ആസ്പദമാക്കി, മിത്ത് സങ്കല്പം അതിനെ ആസ്പദമാക്കി ആകാശത്തെ നോക്കിക്കൊണ്ട് നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ആരംഭിച്ച ഒരു ശാഖയാണ് 1200 BC കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഏൻഷ്യൻ്റ് ആസ്ട്രോളജി. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, 1200 BC കാലഘട്ടങ്ങളിൽ ഏൻഷ്യൻ്റ് ആസ്ട്രോളജി എന്ന ശാഖയാണ് ഫിസിക്സിന് തുടക്കം കൊടുത്തത്. ഹിസ്റ്ററി ഓഫ് ഫിസിക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 650 BC കാലഘട്ടമായപ്പോൾ ഗ്രീക്കുകാർ അതിനെ നാച്ചുറൽ ഫിലോസഫി എന്നൊരു ശാഖയായിട്ട് ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പകർന്നെടുക്കുക. ഏൻഷ്യൻ്റ് ആസ്ട്രോളജിയിൽ നിന്ന് നമ്മൾ ഒരു ക്ലൂ കിട്ടിയാൽ അതിനെ ബേസ് ചെയ്ത് ചിന്തകൾ നടത്തുക, ചിന്തിച്ചെടുക്കുക. അങ്ങനെ അപ്പോൾ 1200 BC ഏൻഷ്യൻ്റ് ആസ്ട്രോളജി ആണെങ്കിൽ 650 BC അത് ഗ്രീക്കുകാർ കണ്ടെത്തിയ ആ ഏൻഷ്യൻ്റ് ആസ്ട്രോളജിയിൽ നിന്നും പഠിച്ച് ഒരുപാട് ശാഖകൾ പഠിച്ച് കണ്ടെത്തിയ ഒന്നാണ് നാച്ചുറൽ ഫിലോസഫി. 650 BC നാച്ചുറൽ ഫിലോസഫി.
അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാര്യം മനസ്സിലായി. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാച്ചുറൽ നടക്കുന്ന, പ്രകൃതിയിൽ നടക്കുന്ന ഫിസിക്കൽ ഫിനോമിനാസിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ നാച്ചർ എന്ന വാക്ക് വന്നു കഴിഞ്ഞു, 650 BC വന്നു കഴിഞ്ഞു. അത് ഏൻഷ്യൻ്റ് ഗ്രീക്കുകാരാണ് ഡിറൈവ് ചെയ്ത്, ഏൻഷ്യൻ്റ് ആസ്ട്രോളജിയിൽ നിന്നും ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഈ നാച്ചുറൽ ഫിലോസഫി 680 BC നാച്ചുറൽ ഫിലോസഫിയിൽ അവർ കണ്ടുപിടിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം എല്ലാ സബ്സ്റ്റൻസസിൻ്റെയും പ്രൈമറി പാർട്ട് എന്ന് പറയുന്നത് ആറ്റമാണ്. കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചതാണ്. ആറ്റം എന്നൊരു സങ്കല്പം, ആറ്റം എന്നൊരു ഐഡിയ കൊണ്ടുവന്നത് ഈ നാച്ചുറൽ ഫിലോസഫി 650 BC കാലഘട്ടങ്ങളിൽ ഏൻഷ്യൻ്റ് ഗ്രീക്കുകാരാണ്. അപ്പോൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ആദ്യം ഏൻഷ്യൻ്റ് ആസ്ട്രോളജി, അത് കഴിഞ്ഞ് നാച്ചുറൽ ഫിലോസഫി. ഏൻഷ്യൻ്റ് ഈജിപ്തിലാണ് ഏൻഷ്യൻ്റ് ആസ്ട്രോളജി നടന്നെങ്കിൽ ഗ്രീക്കുകാരാണ് 650 BC നാച്ചുറൽ ഫിലോസഫി എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി ഇതും കഴിഞ്ഞു എന്താ പറയുക, ഗവേഷണങ്ങൾ നടക്കുകയാണ്. കാലഘട്ടം മാറുമ്പോൾ ടെക്നോളജീസിൻ്റെ ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗവേഷണങ്ങളും എക്സ്പെരിമെൻസും എല്ലാം നടക്കുകയാണ്. അത് നമുക്ക് അതിന് നല്ലൊരു ഉദാഹരണം തന്നെയാണ് ഈ കാലഘട്ടം. ഓൺലൈൻ ക്ലാസ്സുകളും അതിനുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുകയാണ്. അപ്പോൾ ശാഖകൾ തിരിച്ചുള്ള പഠനങ്ങൾ, സ്റ്റഡീസ് ബേസ്ഡ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദീസ് ടു ഏൻഷ്യൻറ്റ് ആസ്ട്രോളജി ആൻഡ് നാച്ചുറൽ ഫിലോസഫി leads to the third period known as medieval period, medieval philosophy. അപ്പോൾ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്ന് മൂന്നാമതൊരു കൺസെപ്റ്റ് എത്തി. എവിടെയാണ്? മിഡീവൽ ഫിലോസഫിയിൽ അവിടെ നടന്നത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് മിഡീവൽ വേൾഡ് ആയിരുന്നു. മിഡീവൽ ഫിലോസഫി കാലഘട്ടത്തിൽ ഏറ്റവും ആ ലോകത്ത് ഇസ്ലാമിക് മിഡീവൽ ചിന്തകളെ ആശ്രയിച്ചുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെ ഇവർ കണ്ടെത്തിയ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കിയാണ് 1200 BC ഏൻഷ്യൻ്റ് ആസ്ട്രോളജി, ജ്യോതിശാസ്ത്രം എന്ന കൺസെപ്റ്റും പഠനങ്ങളും നടത്തിയത്. അപ്പോൾ അതിൽ നിന്ന് അവർ പഠിച്ചു തുടങ്ങി, ഗവേഷണം നടത്തി തുടങ്ങി. മൂന്നാമത്തെ മിഡീവൽ ഫിലോസഫി അല്ലെങ്കിൽ ഇസ്ലാമിക് മിഡീവൽ ഫിലോസഫി എത്തിയപ്പോൾ അവരൊരു ബുക്ക്, ആ കാലഘട്ടത്തിലെ ഗവേഷകർ ഒരു ബുക്ക് ഇറക്കി. ആ ബുക്കിൻ്റെ പേരാണ് ബുക്ക് ഓഫ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് എന്ന ബ്രാഞ്ച് നിങ്ങൾ പഠിക്കും. ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ലൈറ്റിനെ ആസ്പദമാക്കിയുള്ള പഠനം ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ എങ്ങനെ കാണുന്നു, നമ്മുടെ കണ്ണുകളിൽ എങ്ങനെ ലൈറ്റ് എത്തുന്നു എന്നുള്ള പഠനങ്ങളെ ആസ്പദമാക്കി, ലൈറ്റിനെ ബേസ് ചെയ്തുള്ള പഠനങ്ങളെ ആസ്പദമാക്കി മിഡീവൽ ഇസ്ലാമിക് പീരീഡിൽ ഇറക്കിയ ഒരു ബുക്ക്, ബുക്ക് ഓഫ് ഒപ്റ്റിക്സ്, ഒരു വലിയ മാറ്റം തന്നെ ഫിസിക്സ് എന്ന സയൻസ് രൂപീകരിക്കുന്നതിൽ കൊണ്ടുവന്നു. അപ്പോൾ 3 പീരീഡായി. 1200 BC ഏൻഷ്യൻ്റ് ആസ്ട്രോളജി, 680 BC നാച്ചുറൽ ഫിലോസഫി, മൂന്നാമത്തെ മിഡീവൽ ഫിലോസഫി അല്ലെങ്കിൽ ഇസ്ലാമിക് മിഡീവൽ ഫിലോസഫി എന്ന് പറയാം. ഇതും കഴിഞ്ഞ് ഏറ്റവും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇപ്പോൾ ഗവേഷണം നടക്കുന്ന ഒരു ഫീൽഡാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സ് അതായത് ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച കൺസെപ്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും പ്രൈമറി ഫിസിക്സ് ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ, ലോസും ന്യൂട്ടൺസ് ലോ ഒക്കെ വരുന്നത് ഈ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ കീഴിലാണ്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെജോറിറ്റിയും 90% പഠിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ച് ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. ഓക്കെ, ഇനി ഈ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ മെയിൻലി 2 ക്ലാസിഫിക്കേഷനിൽ ഒരെണ്ണം ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ എക്സ്പെരിമെൻറ്റേഷൻ ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്ന ക്ലാസിക്കൽ ഫിസിക്സ്. ഇത് കഴിഞ്ഞിട്ടൊരു ഫിസിക്സ് ഉണ്ട്, മോഡേൺ ഫിസിക്സ്. അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ പഠിക്കും. മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ്. ഓക്കെ, അപ്പോൾ 4 ഹിസ്റ്ററിയെ പറ്റി, ഫിസിക്സ് എന്ന ശാഖ, സയൻസിൻ്റെ ബ്രാഞ്ച് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ആൻഷ്യൻ്റ് ആസ്ട്രോളജി 1200 BC കാലഘട്ടങ്ങളിൽ സ്റ്റാർസിനെ നിരീക്ഷിച്ചുകൊണ്ട്, സ്കൈയെ നിരീക്ഷിച്ചുകൊണ്ട് ജ്യോതിശാസ്ത്രപരമായി പ്രഡിക്ഷൻ ആൻഡ് മിത്ത് അതിനെ ആസ്പദമാക്കിയുള്ള പഠനശാഖയായിരുന്നു. പിന്നെ വന്നപ്പോൾ അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് നാച്ചുറൽ ഫിലോസഫിയാണ്. 650 BC കാലഘട്ടങ്ങളിൽ നാച്ചുറൽ ഫിലോസഫിയിൽ വന്നപ്പോൾ അവർ ആറ്റത്തിൻ്റെ ഐഡിയ, ഒരു സബ്സ്റ്റൻസിൻ്റെ ബേസിക് മാറ്റർ അല്ലെങ്കിൽ ബേസിക് പാർട്ടിക്കിൾ എന്താണെന്നുള്ള പഠനത്തിൽ അവർക്ക് കിട്ടിയ ഉത്തരം ആറ്റമായിരുന്നു.
ഒരു ആറ്റം എങ്ങനെ, ആറ്റത്തിൻ്റെ ഐഡിയ, കൺസെപ്റ്റ് അവർ രൂപീകരിച്ചു. അപ്പോൾ ഈ 2 ശാഖയിൽ നിന്നും എക്സ്പെരിമെൻറ്റ്സും ഡെവലപ്മെൻറ്റ്സും ഒക്കെ നടത്തി മൂന്നാമതൊരു ശാഖ, ഒരു മാറ്റം സൃഷ്ടിച്ച ശാഖ എന്ന് പറയാം, മീഡിയവൽ ഇസ്ലാമിക് പീരീഡ്. അവിടെ ഒപ്റ്റിക്സ്, അതായത് നമുക്ക് കാണാൻ കണ്ണ് വേണം, കണ്ണിലോട്ട് എങ്ങനെ ലൈറ്റ് എത്തുന്നു, സ്റ്റാർസിനെ നമ്മൾ എങ്ങനെ കണ്ടു, ആറ്റത്തിൻ്റെ ഐഡിയ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തു, അതിനെപ്പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത ഒരു ബുക്ക് വരെ ഇറക്കിയ ഒരു പീരീഡാണ് മിഡീവൽ ഇസ്ലാമിക് പീരീഡ്. മൂന്നാമത്തെ പീരീഡ്, ദാറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് എന്ന ബുക്ക് അവർ ലോഞ്ച് ചെയ്തു. ഇനി അതിനെ ബേസ് ചെയ്ത് ഒരുപാട് പഠനങ്ങൾ നടത്തി, ഒരുപാട് ഡൈവേർഷൻസ് നടത്തി, എക്സ്പെരിമെൻറ്റ്സ് നടത്തി. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഫീൽഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ക്ലാസിക്കൽ ഫിസിക്സ് എന്ന ഫീൽഡ്. ഏറ്റവും 90% നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സിലബസിലുള്ള ക്ലാസിക്കൽ ഫിസിക്സ്, അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിലുള്ള മോഡേൺ ഫിസിക്സിലാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യമാണ്. ഫിസിക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. ഫിസിക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞു. ഫിസിക്സ് 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ക്ലാസിക്കൽ ഫിസിക്സ്, മോഡേൺ ഫിസിക്സ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. +1 നിങ്ങൾക്ക് ഫിസിക്സിന് 15 പാഠങ്ങളാണുള്ളത്, 15 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഈ 15 ചാപ്റ്റേഴ്സും കുറച്ച് ചാപ്റ്റേഴ്സ് കണ്ടിന്യൂഷനാണെന്ന് പറയാം. അതായത് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ, രണ്ടാമത്തെ ചാപ്റ്റർ എന്നൊക്കെ പറയാം. ബേസിക് ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് തുടങ്ങുന്നതാണ് ഒന്നാമത്തെ ചാപ്റ്റർ എങ്കിൽ നമ്മൾ അവസാനിക്കുന്നത് വേവ്സിൽ വെച്ചാണ്. വേവ്സ്, തരംഗങ്ങൾ വെച്ചാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരുപാട് ഫീൽഡുകൾ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് 15 പാഠങ്ങളിൽ. 15 പാഠങ്ങളും വളരെ എളുപ്പമുള്ള പാഠങ്ങളാണ്. എൻട്രൻസിൽ സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കുന്ന പാഠഭാഗങ്ങൾ ഈ 15 പാഠഭാഗങ്ങളുണ്ട്. എല്ലാ പാഠഭാഗത്തു നിന്നും ചോദിക്കും, എല്ലാ ലെസൺസിൽ നിന്നും ചോദിക്കും. പക്ഷേ എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് ചോദിക്കുന്ന പാഠഭാഗങ്ങളും ഹയർ സ്റ്റഡീസിൽ നിങ്ങൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് എന്ന രീതിയിലുള്ള പാഠഭാഗങ്ങൾ ഈ 15 പാഠഭാഗത്തും ഉണ്ട്. ഇനി ഈ 15 ചാപ്റ്റേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നൽകാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിസിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്സ്. ഫിസിക്സ് എന്ന വാക്കിന് അർത്ഥം അറിയാം, നോളജ് അബൌട്ട് നാച്ചർ. ഫിസിക്സിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. നാച്ചുറൽ ഫിനോമിനാൻസിനെ പറ്റിയുള്ള, ഫിസിക്കൽ ഫിനോമിനാൻസിനെ പറ്റിയുള്ള പ്രോസസ്സിങ്ങും എക്സ്പ്ലനേഷനും ഒക്കെയാണ് ഫിസിക്സ് എന്ന ശാഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ്, 2 മോഡേൺ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്, നമ്മളിപ്പോൾ പഠിക്കുന്ന, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ക്ലാസിക്കൽ ഫിസിക്സിന് താഴെ വരുന്ന ബ്രാഞ്ചസ് എഴുതുമ്പോൾ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ക്ലാസിക്കൽ ഫിസിക്സിന് താഴെ വരുന്ന ഒന്നാമത്തത് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിസം, നിങ്ങൾ പഠിച്ച ഫീൽഡ് ഇലക്ട്രോമാഗ്നറ്റിസം. തെർമോഡൈനാമിക്സ്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൽ വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, തെർമോഡൈനാമിക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി കാണും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. എവിടെ കൂടെയൊക്കെയോ 10ാം ക്ലാസ്സിലെ 9ലൊക്കെ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇനിയുമുണ്ട് ഒപ്റ്റിക്സ്. ഞാൻ പറഞ്ഞു മിഡീവൽ ഇസ്ലാമിക് പീരീഡിൽ അവർ കൊണ്ടുവന്ന ആ ശാസ്ത്രം ഒപ്റ്റിക്സ്. ലാസ്റ്റ് വൺ ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അടുത്തത് ക്ലാസിക്കൽ ഫിസിക്സിന് ബ്രാഞ്ചസ് പറഞ്ഞു കഴിഞ്ഞു. മോഡേൺ ഫിസിക്സിലാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അറ്റോമിക് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, and last one quantum mechanics. ഇതാണ് ഫിസിക്സിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം ഫിസിക്സിനെ. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ്, മോഡേൺ ഫിസിക്സ്. ഫിസിക്സ് എന്ന വാക്കിനർത്ഥവും അതിൻ്റെ ഹിസ്റ്ററിയും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ക്ലാസിക്കൽ ഫിസിക്സിനകത്ത് വരുന്ന പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ്, ഒന്ന് വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, തെർമോഡൈനാമിക്സ്, ഓപ്റ്റിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്. ഈ 5
ബ്രാഞ്ചസിനെ പറ്റിയും ഈ 5 പോർഷനെ പറ്റിയും നിങ്ങൾ +1-ലും +2-ലും പഠിക്കുന്നുണ്ട്. ഈ 5 പോർഷനെ പറ്റിയും നിങ്ങൾ +1-ലും +2-ലും പഠിക്കുന്നുണ്ട്. നല്ല തറവായിട്ട് പഠിച്ച് ഹയർ സ്റ്റഡീസിന് ബേസിക്സ് എന്ന രീതിയിൽ അവർ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇനി മോഡേൺ ഫിസിക്സ് വരികയാണെങ്കിൽ അറ്റോമിക് ഫിസിക്സ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, ന്യൂക്ലിയർ ഫിസിക്സ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ക്വാണ്ടം മെക്കാനിക്സ് ഇതും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. ഇതിൻ്റെ ജസ്റ്റ് ഒരു തുടക്കം, ഒരു ബേസിക്സ് മാത്രം നിങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, +1 +2-ൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ കെമിസ്ട്രിയിലും ഇതൊക്കെ നിങ്ങൾ ടച്ച് ചെയ്ത് പോയി, അതെന്താ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ ചെയ്ത് അതായത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് ആ ലെസണിലോട്ടോ ആ പോർഷനിലോട്ടോ നിങ്ങൾ ആഴത്തിലിറങ്ങി പോയിട്ടില്ല, സിലബസ് അങ്ങനെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ നമുക്കതിനെ കുറച്ച് ആഴത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ നേരത്തെ എഴുതിയ ബ്രാഞ്ചസ് വേവ്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇതിൽ എന്താണ് വേവ്സ്? വേവ്സ് എന്ന ബ്രാഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, തരംഗങ്ങൾ, തരംഗം, വേവ്സ്. എന്താണ് വേവ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ or oscillations. ഇപ്പോൾ ഏകദേശം പിടികിട്ടി കാണും. ഒരു തരംഗം അല്ലെങ്കിൽ ഒരു വേവ് എങ്ങനെ ഉണ്ടാകുന്നു? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ഓസിലേറ്റ് ചെയ്യുമ്പോഴോ, വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക, അതിനകത്തുള്ള മോഷൻ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ എക്സിക്യൂഷൻ ഉണ്ടാകുക, അതായത് പാർട്ടിക്കിൾസിൻ്റെ മോഷൻ വൈബ്രേറ്റ് തുടങ്ങുക. അപ്പോഴോ ഇല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുമ്പോഴോ, ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുക, ടു ആൻഡ് ഫ്രോ മോഷൻ കാഴ്ചവെക്കുക, അപ്പോഴോ ഉണ്ടാകുന്ന ഒരു ബ്രാഞ്ചാണ് വേവ്സ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ വേവും ട്രാൻസ്വേഴ്സ് വേവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, എക്സാമ്പിളായിട്ട് പറഞ്ഞുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് എഴുതാം സിമ്പിൾ പെൻഡുലം. എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം. അപ്പോൾ വേവ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സ്റ്റഡി ഓഫ് എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻസ് ഓർ ഓസിലേഷൻസ്. ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന വൈബ്രേഷൻ കാരണമോ ഓസിലേഷൻസ് ടു ആൻഡ് ഫ്രോ മോഷൻ കാരണമോ ഡെവലപ്പ് ചെയ്യുന്ന എഫക്റ്റാണ് അല്ലെങ്കിൽ സ്റ്റഡിയാണ് വേവ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഇതിൻ്റെ എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, സിമ്പിൾ പെൻഡുലം. ഇനി രണ്ടാമത്തത് ഒപ്റ്റിക്സ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹിസ്റ്ററി ഓഫ് ഫിസിക്സ് പറഞ്ഞപ്പോൾ ഒപ്റ്റിക്സ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ അല്ലെങ്കിൽ സ്റ്റഡി ഓൺ ദ എഫക്ട്സ് ഓഫ് ലൈറ്റ്. എഫക്ട്സ് ഓഫ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ, നമ്മുടെ ഐസിൽ എങ്ങനെ ലൈറ്റ് വന്ന് വീഴുന്നു, നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റിനെ എങ്ങനെ കാണുന്നു, കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. നമ്മളെങ്ങനെ മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ, കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇമേജ് എങ്ങനെ വരുന്നു, ഇതൊക്കെ ഒപ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എഫക്ട്സ് ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ കുസൃതികൾ. ലൈറ്റ് കാരണം ഈ നാച്ചുറൽ നടക്കുന്ന ഫിനോമിനാസ് അല്ലെങ്കിൽ പ്രോസസ്സ് ഏത് ശാഖയിൽ വരുന്നു? ഒപ്റ്റിക്സ് എന്ന ശാഖയിൽ വരുന്നു. ഇതിന് എക്സാമ്പിൾ എന്താ എഴുതാം? ഒപ്റ്റിക്സിന് എക്സാമ്പിൾ എന്താ എഴുതാം? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മിറർ ഇമേജ്, മിറർ ഐ, ഇതൊക്കെ ഒപ്റ്റിക്സിന് എക്സാമ്പിളാണ്. ഇനി മൂന്നാമത്തെ ബ്രാഞ്ച് തെർമോഡൈനാമിക്സ്. നിങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയി. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് അല്ലെങ്കിൽ ദ സ്റ്റഡി വിച്ച് ഈസ് റിലേറ്റഡ് ടു അല്ലെങ്കിൽ ദ എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റ്. ഹീറ്റ് കാരണം ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് കാരണം, ഹീറ്റ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റുകൾ. നമ്മൾ നാച്ചുറൽ ഫിനോമിനാസിൽ ഒരുപാട് ഫിനോമിനാസ് ഹീറ്റ് കാരണം നടക്കുന്നുണ്ട്. അത് വരുന്ന ശാഖയാണ് തെർമോഡൈനാമിക്സ്. എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അതിലൊരു റെയറാണ്, പക്ഷേ ഹയർ സ്റ്റഡീസിന് ഏറ്റവും പോസിബിലിറ്റി കൂടിയ ഒരു ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. ഇപ്പോൾ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന എഫക്ട്സ്, നാച്ചുറൽ ഉണ്ടാകുന്ന ഫിനോമിനൻസ് അല്ലെങ്കിൽ എഫക്ട്സ്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. തെർമോഡൈനാമിക്സ് എക്സാമ്പിളാണ് നമ്മുടെ കാറിലെ എൻജിൻ, വെഹിക്കിൾ എൻജിൻ, റെഫ്രിജറേറ്റർ. എൻജിനും റെഫ്രിജറേറ്ററൊക്കെ ഇതിൽ വരുന്നതാണ്. എൻജിൻ ആൻഡ് റെഫ്രിജറേറ്റർ. ഓക്കെ, ഇനി അപ്പം 3 പോർഷൻസ് കഴിഞ്ഞു, വേവ്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്. നാലാമത്തത് ഇലക്ട്രോമാഗ്നറ്റിസം. ഇതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ഇലക്ട്രോമാഗ്നറ്റിസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് എഫക്ട്സ്
പ്രൊഡ്യൂസ്ഡ് ബൈ മാഗ്നറ്റ്സ് ഓർ ചാർജസ്. എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ magnets or charges. ചാർജ് നിങ്ങൾ പ്ലസ് ടുവിന് നല്ല വിശദമായിട്ട് ചാർജസിനെ പറ്റി പഠിക്കും. ചാർജസ് അറ്റ് റെസ്റ്റ് ആൻഡ് മോഷൻ എന്നൊക്കെ പറ്റി പഠിക്കും. മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. അപ്പോൾ മാഗ്നറ്റ് കാരണം അല്ലെങ്കിൽ ചാർജസ് കാരണം നാച്ചുറൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ഫിനോമിനാസ് അല്ലെങ്കിൽ എഫക്ട്സ് ഏത് പോർഷനിൽ വരും? ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടിയിൽ വരും. ഏതാ എക്സാമ്പിൾ ഏതാ? നിങ്ങളെ സ്കൂളിലെ ബെല്ല്, സ്കൂൾ ഇലക്ട്രിക് ബെല്ല്, സ്വിച്ച് അമർത്തുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ച് റിങ് ചെയ്യുന്ന ബെല്ല്. പിന്നെ വേറെ ഏത് വരും? ഇലക്ട്രോ മാഗ്നറ്റിസം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇലക്ട്രോ മാഗ്നറ്റിസത്തിന് വേറെ വരുന്ന എക്സാമ്പിളാണ് ഇലക്ട്രിക് ബെല്ല് പോലെ വരുന്നത് നമ്മുടെ നമ്മളെ സൈക്കിളിലെ ഹെഡ് ലാമ്പ് ഇല്ലേ, പണ്ടത്തെ സൈക്കിൾ ഹെഡ് ലാമ്പ്, നമ്മളെ അതിനൊരു പേര് പറയുമല്ലോ, ഞാൻ മറന്നുപോയി. നമ്മുടെ ഡൈനാമോ വെച്ച് കറങ്ങുന്ന സൈക്കിൾ ഹെഡ് ലാമ്പ് ഉണ്ട്. ഡൈനാമോ ടയറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ കറങ്ങുന്ന അത് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ 4 പോർഷൻസ്, 4 പാർട്ട്. ക്ലാസിക്കൽ ഫിസിക്സിൽ വേവ്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിസം 4 ലാസ്റ്റ് വൺ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് തന്നെ ഉണ്ടാകത്തില്ല. ക്ലാസിക്കൽ മെക്കാനിക്സ്. അതായത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ മെയിൻ ടോപ്പിക്കാണ് കേട്ടോ. ഇത് ആദ്യമാണ് ഞാൻ പറയേണ്ടത്, പക്ഷേ നിങ്ങൾക്കൊരു സുപരിചിതം ആവാത്തത് കൊണ്ടാണ് ഞാൻ അവസാനം പറഞ്ഞത്. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ എഫക്ട്സ് ഓർ ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ the motion of macroscopic particles അല്ലെങ്കിൽ macroscopic objects. ദാ ഇങ്ങനെ എഴുതാം. effects produced by motion of macroscopic ഞാൻ പറഞ്ഞു തരാം. macroscopic and microscopic. ഇവിടെ macroscopic objects. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് പറയുന്ന ടോപ്പിക്കാണ്. ഇതാണ് ആദ്യം പറയേണ്ടത്. പക്ഷേ ആദ്യം നിങ്ങൾക്ക് സുപരിചിതമായ ടോപ്പിക്സ് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം സ്റ്റഡിയാണ്. കുറച്ച് ഫിസിക്കൽ ഫിനോമിനാസ് കാരണം ഡെവലപ്പ് ചെയ്ത സ്റ്റഡീസാണ്. വേവ്സും, ഒപ്റ്റിക്സും, തെർമോഡൈനാമിക്സും, ഇലക്ട്രോമാഗ്നറ്റിക്സും. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മോഷൻ ഓഫ് മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. മൈക്രോസ്കോപ്പിക്കിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ നേക്കഡ് ഐസിൽ കാണാൻ പറ്റാത്തത്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, കാണാൻ സാധിക്കുന്നത്. മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിൻ്റെ മോഷനും കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ മോഷൻ പഠിച്ചിട്ടുണ്ടാകും. മോഷനും കാര്യങ്ങളും, അതിൻ്റെ മൂവ്മെൻറ്റ്, ചലനം, ഇതൊക്കെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരും. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ മൂവ്മെൻറ്റ് ഓഫ് സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇനി വെഹിക്കിൾസ്, ഇതിൻ്റെയൊക്കെ മോഷനെ പറ്റിയുള്ള പഠനം. മെക്കാനിക്സ് മീൻസ് മൂവ്മെൻറ്റ്, റിലേറ്റഡ് ടു മൂവ്മെൻറ്റ്. എനിത്തിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് മീൻസ് മെക്കാനിക്സ്. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ പഠിക്കും. ഇതിൽ പ്ലസ് ടുവിലെത്തുമ്പോൾ ആ വാക്കിനെ പറ്റിയും അതിൻ്റെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മോഷൻ ഓഫ് മാക്രോസ്കോപ്പിക് എന്ന വാക്ക് വരണം. മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്, നമ്മളെ കണ്ണിൽ കാണാൻ സാധിക്കുന്ന എക്സാമ്പിൾ വെഹിക്കിൾസ് പോലുള്ള ഒബ്ജക്ട്സിൻ്റെ മോഷൻ കാരണം ഡെവലപ്പ് ചെയ്ത എഫക്റ്റ് ഓർ സ്റ്റഡിയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ബേസിക് ബ്രാഞ്ചസ്. അപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ ക്ലാസിക്കൽ ഫിസിക്സാണ് നമ്മൾ പറഞ്ഞത്, അതിൻ്റെ ബ്രാഞ്ചസും പറഞ്ഞു. നിങ്ങൾക്ക് സുപരിചിതമായ ബ്രാഞ്ചസാണ്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലാത്ത എന്നാൽ ഫിസിക്സിൽ ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യപ്പെടുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സാണ് മോഡേൺ ഫിസിക്സ്. ഡെവലപ്മെൻറ്റും എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഏറ്റവും റീസെൻ്റായിട്ട് നടക്കുന്ന ടോപ്പിക്ക് ഏതെന്ന് ചോദിച്ചാൽ മോഡേൺ ഫിസിക്സാണ്. ഓക്കെ, മോഡേൺ ഫിസിക്സിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് അറ്റോമിക് ഫിസിക്സ്. ആ വാക്കിൽ തന്നെയുണ്ട് അറ്റോമിക്. ആറ്റംസിനെ പറ്റി അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ ഉണ്ടാക്കിയിരിക്കുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ആറ്റംസിൻ്റെ ഡെറിവേറ്റീവ്സ് വേണമെങ്കിൽ പറയാം. ആറ്റംസിനെ പറ്റി അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് അറ്റോമിക് ഫിസിക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് എഴുതാം. സ്റ്റഡി ബേസ്ഡ് ഓൺ ആറ്റംസ് ഓർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, എല്ലാത്തിലും ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ഉദാഹരണം വെച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ ലേസർ. നിങ്ങൾ കേട്ടിട്ടുണ്ട്
ലേസർ നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മോഡേൺ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഈവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ ഉണ്ട്. ലേസർ അറിയാം. ലേസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആറ്റോമിക് ഫിസിക്സിൻ്റെ ഇതിൽ വരുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ലേസർ. രണ്ടാമത്തെ എക്സാമ്പിൾ നിയോൺ സൈൻ ബോർഡ്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകത്തില്ല, ഞാൻ പറഞ്ഞുതരുമ്പോൾ മനസ്സിലാവും. നിയോൺ സൈൻ ബോർഡ്. നിയോൺ സൈൻ ബോർഡ് അതായത് നിങ്ങളിപ്പോൾ ദൂരെ നിന്ന് വരുമ്പോൾ ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ എവിടെ നിങ്ങൾ യാത്ര ചെയ്തിട്ട് ദൂരെ നിന്ന് വരുമ്പോൾ മുകളിൽ നല്ല LED പ്രകാശത്തിൽ ഏതെങ്കിലും ഒരു കടയുടെയോ വലിയ കടയുടെയോ ഷോപ്പിംഗ് മോളിൻ്റെയൊക്കെ ബോർഡ് കാണാം. നിയോൺ സൈൻ ബോർഡുകളാണ്. അത് സാധാരണ LED ബോർഡല്ല, അത് നിയോൺ ബൾബുകളാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ട്യൂബുകളിൽ ഇന്ന കളർ, ഇന്ന ഗ്യാസ്, ഇന്ന കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ വരുന്നൊരു എക്സാമ്പിളാണ് നിയോൺ സൈൻ ബോർഡ്. ഏത്? അറ്റോമിക് ഫിസിക്സിൻ്റെ കീഴിൽ. ഓക്കെ, അപ്പോൾ അറ്റോമിക് ഫിസിക്സ് ഒരു സബ്ജക്റ്റിൻ്റെ, ഒരു മാറ്ററിൻ്റെ ആറ്റംസിൻ്റെ ആറ്റംസ് ഓർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയുള്ള സ്റ്റഡി ആണ് അറ്റോമിക് ഫിസിക്സിൽ വരുന്നത്. ലേസറും നിയോൺ സൈൻ ബോർഡും എക്സാമ്പിളാണ്. ഇനി ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പോൾ അതിലുണ്ട് അടുത്ത വാക്ക്. ആറ്റംസിനകത്തുള്ള ഒരു പാർട്ടിക്കിളാണ് ന്യൂക്ലിയസ്. ഓക്കെ, ആറ്റംസിന് അകത്തുള്ള പാർട്ടിക്കിളാണ് ഒരു ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പറ്റിയുള്ള പഠനം, ഗവേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റിയും ന്യൂക്ലിയർ ബോംബ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ന്യൂക്ലിയർ ഫിസിക്സ്. നമുക്ക് എഴുതാം, ന്യൂക്ലിയർ ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ബേസ്ഡ് ഓൺ atomic nuclei and constituent particles. ആറ്റം അല്ല, ആറ്റത്തിനകത്തുള്ള ആറ്റോമിക് ന്യൂക്ലിയയെ പറ്റിയും ന്യൂക്ലിയസിനെ പറ്റിയും ആൻഡ് ഇറ്റ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്, ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഡെറിവേറ്റീവ് പാർട്ടിക്കിൾസിനെ പറ്റിയുള്ള പഠനമാണ് ന്യൂക്ലിയർ ഫിസിക്സ്. MTech പേപ്പേഴ്സൊക്കെ ഒരുപാടുണ്ട്. എന്താ പറയുക, MSc പേപ്പേഴ്സൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അറ്റോമിക് ഫിസിക്സ് ആണോ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് ഹയർ സ്റ്റഡീസിലെ കാര്യം. ഓക്കെ, ഇതിന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ആദ്യം എന്താണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ് ഇതിലെ കോമൺ എക്സാമ്പിൾ. ന്യൂക്ലിയർ ഫിസിക്സിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ് ഇതിൽ കോമൺ എക്സാമ്പിൾ. വേറെ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. റേഡിയോ തെറാപ്പി. അതായത് റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത് എക്സ്റേസ് അങ്ങനെയുള്ള റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്സ്, റേഡിയോ തെറാപ്പി വരുന്നതും ന്യൂക്ലിയർ ഫിസിക്സിലാണ്. അവിടെ യൂസ് ചെയ്യുന്നത് അറ്റോമിക് ന്യൂക്ലിയം അല്ലെങ്കിൽ ന്യൂക്ലിയായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ അറ്റാക്കിങ്ങും ഡിസ്ചാർജും ഒക്കെയാണ് റേഡിയോ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസ് ഓർത്ത് വെച്ചിരിക്കുക. ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഓർ സ്റ്റഡി ബേസ്ഡ് ഓൺ അറ്റോമിക് ന്യൂക്ലിയൈ ആൻഡ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. എക്സാമ്പിൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി. ആറ്റം അല്ല, ആറ്റംസിനകത്തുള്ള അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ ഡെറിവേറ്റീവ്സും ന്യൂക്ലിയസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിനെ ബേസ് ചെയ്തുള്ള പാർട്ടിക്കിൾസിൻ്റെ പഠനമാണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത്, ഏറ്റവും ലാസ്റ്റ് വൺ, മോഡേൺ ഫിസിക്സിലെ ഏറ്റവും ലാസ്റ്റ് വൺ എന്നാൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ്. നിങ്ങൾ മാക്സ്വെല്ലിൻ്റെ ക്വാണ്ടം തിയറി ഒക്കെ കെമിസ്ട്രിയിൽ +1 പഠിക്കും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഏതാണ് ഈ ബ്രാഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് എനർജി ഇൻ അറ്റോമിക് സ്കെയിൽ. ഈ ഡെഫിനിഷൻ എഴുതിയപ്പോൾ തന്നെ ഇച്ചിരി ടഫായിട്ട് തോന്നിയല്ലേ? അത് തോന്നും. കാരണം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ്, എന്നാൽ എക്സ്പെരിമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ നടക്കുന്ന, ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന, ഏറ്റവും കൂടുതൽ മൈക്രോ ഡെവലപ്മെൻറ്റ്സ് വരെ നടക്കുന്ന ഏറ്റവും ലാസ്റ്റ് പോർഷൻ, എനർജി, ലാസ്റ്റ് ടോപ്പിക്ക് ക്വാണ്ടം മെക്കാനിക്സ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ ബിഹേവിയർ ഓഫ് മാറ്റർ അറിയാം. ഇപ്പോൾ ആറ്റം, ന്യൂക്ലിയൈ അതൊക്കെ ഒരു മാറ്ററിൻ്റെ ഭാഗമാണ്. ഒരു മാറ്ററിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഒപ്പം ആ മാറ്റർ കാരണം അല്ലെങ്കിൽ ആ മാറ്ററിന് ഉള്ള മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ പറ്റിയും റേഡിയേഷനെ പറ്റിയും ആ എനർജി കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും ചേഞ്ചസിനെ പറ്റിയും അറ്റോമിക് സ്കെയിലിൽ പഠിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്. ദാറ്റ് ഈസ് അറ്റോമിക് സ്കെയിൽ മീൻസ് ദാറ്റ് മൈന്യൂട്ട് സ്കെയിൽ, അത്രയ്ക്കും മൈന്യൂട്ടാണ്. ഓക്കെ, സ്റ്റഡി ബേസ്ഡ് ഓൺ ബിഹേവിയർ ഓഫ് മാറ്റർ എല്ലാം വരും. ആറ്റം വരും, ന്യൂക്ലിയസ് വരും, മോളിക്യൂൾസ് വരും. മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്ടിക്കിൾസും ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കുകയും ഒപ്പം അത് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ പറ്റിയും ബാക്കിയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയും അറ്റോമിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്കെയിലിൽ പഠിക്കും. അതിൽ അറ്റോമിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ടാണ്. മൈക്രോസ്കോപ്പിക്കിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല, അതിന് മൈന്യൂട്ടാണ്. ആ മൈന്യൂട്ട് സ്കെയിലിൽ പഠിക്കുന്ന ഒരു
പോർഷനാണ്, ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഇത് ആപ്ലിക്കേഷനാണ്, ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഫീൽഡ് വേണമെങ്കിൽ പറയാം, ആപ്ലിക്കേഷൻ ബ്രാഞ്ച് എന്ന് വേണമെങ്കിലും പറയാം. ആറ്റോമിക് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇത് മൂന്നും നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം, വളരെ ആഴത്തിൽ പഠിക്കാനില്ല, ഇൻട്രൊഡക്ഷൻ മാത്രം +1 +2 ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ചെറിയ ഡെറിവേഷൻസും തിയറീസൊക്കെ പഠിക്കാനുള്ളൂ. ചെറിയ ഡെറിവേഷൻസ് പറഞ്ഞാൽ ഡെഫിനിഷൻ ഉദ്ദേശിച്ചു, ഡെഫിനിഷൻസ് തിയറീസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റഡി നിങ്ങൾ ഡിഗ്രി BSc ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഫുൾ ബേസ്ഡ് ഓൺ ദിസ് ഫിസിക്സ് ആയിരിക്കും. ഓക്കെ.